എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ KS ഹരിബാബു. ബുധൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ബുധൻ എന്ന ഗ്രഹത്തിൻ്റെ കാരകത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിദ്യാകാരകനാണ്, വിജ്ഞാനത്തിൻ്റെ കാരകനാണ്, അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും കാരകനാണ് ബുധൻ. ആ ബുധനെക്കുറിച്ച് പറയുമ്പോൾ തിളക്കമുള്ള ഗ്രഹങ്ങളിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന ഒരു ഗ്രഹം എന്നുകൂടി പറയാം. ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിളക്കമുള്ള ഗ്രഹവുമാണ് ബുധൻ. ഈ ബുധൻ്റെ രാശിമാറ്റം 12 രാശികളിലും പെട്ട 27 നക്ഷത്രക്കാരെ പല രീതിയിലും സ്വാധീനിക്കുന്നുണ്ട്. ആ ബുധൻ്റെ രാശിമാറ്റം മൂലം ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന 3 രാശിക്കാരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ആദ്യത്തെ രാശി മേടൻ രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലേക്കും തുടർന്ന് 2ാം ഭാവത്തിലേക്കുമാണ് ബുധൻ രാശിമാറ്റം നടത്തുന്നത്. അതായത് 2024 മെയ് 10 മുതൽ ബുധൻ മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലും 2024 മെയ് 31 മുതൽ ഇടവൻ രാശിയിലുമാണ് ഗ്രഹചാരം നടത്തുന്നത്. അപ്പോൾ ജന്മത്തിലും 2ാം ഭാവത്തിലുമാണ്. ജന്മത്തിൽ ബുധൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നൊരു സമയമാണ്. 2 എന്ന് പറയുന്നത് ധനസ്ഥാനവുമാണ്. അതുകൊണ്ട് തന്നെ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മെയ് 10 മുതലുള്ള ഈ ബുധൻ്റെ രാശിമാറ്റം വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാലയളവായിരിക്കുള്ളൂ. ഏകദേശം ജൂൺ പകുതി വരെയാണ് ബുധൻ ഇപ്രകാരം നിലകൊള്ളുന്നത്. ബുധൻ്റെ ഈ രാശിമാറ്റം മൂലം അപ്രതീക്ഷിതമായ ധനഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ, ഐശ്വര്യങ്ങൾ, കീർത്തികളൊക്കെ വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസം നടത്താനും വിദേശ വിദ്യാഭ്യാസത്തിന് പോകാനും ഒക്കെ സാധ്യമാകുന്ന ഒരു സമയമായിരിക്കും. വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത വന്നു ചേരുന്ന സമയമാണ്. ഏത് കർമ്മമേഖലയുമായിട്ട് ബന്ധപ്പെട്ടാലും, ഇപ്പോൾ സർക്കാർ സർവീസിലിരിക്കുന്നവരെ സംബന്ധിച്ചിടത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറേ കാലമായിട്ട് അവരാഗ്രഹിച്ചിരുന്ന പ്രമോഷനും മറ്റും തടസ്സപ്പെട്ട് നിന്നിരുന്നെങ്കിൽ അതെല്ലാം മാറി അനുകൂലമായിട്ടുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫറും പ്രമോഷനും സാലറി വർധനവും ഒക്കെ ഉണ്ടായി വളരെ സുഖകരമായിട്ടുള്ള ഒരു ഔദ്യോഗിക അന്തരീക്ഷം സംജാതമാകുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരെന്തെല്ലാം പ്രതിസന്ധികളെയാണോ നേരിട്ടുകൊണ്ടിരുന്നത് അതെല്ലാം മാറി ഈശ്വരാധീനവും ഭാഗ്യവും ഒക്കെ കൊണ്ട് ബിസിനസ് രംഗം പുഷ്ടിപ്പെടുത്താൻ കഴിയുന്നൊരു സമയമാണ്. തടസ്സപ്പെട്ടിരുന്ന ഏത് മേഖലയിൽ തടസ്സപ്പെട്ടിരുന്ന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും കഴിയുന്നതാണ്. കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അവർക്ക് അംഗീകാരവും കീർത്തിയും പ്രശസ്തിയുമെല്ലാം വന്നു ചേരുന്ന സമയമാണ്. മേടൻ രാശിക്കാർക്ക് ഈ ബുധമാറ്റം മൂലം എല്ലാ സൗഭാഗ്യങ്ങളും കൈവരട്ടെ എന്ന് ആശംസിക്കുന്നു. ബുധൻ്റെ രാശിമാറ്റം മൂലം പ്രയോജനം ലഭിക്കുന്ന പല രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന മറ്റൊരു രാശി കർക്കിടകൻ രാശിയാണ്. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിയുടെ 10ാം ഭാവത്തിലും 11ാം ഭാവത്തിലുമാണ് ഇപ്രകാരം ബുധൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നത്. അതായത് മെയ് 10 മുതൽ മെയ് 31 വരെ 10ാം ഭാവമായ മേടത്തിലും, 10 എന്ന് പറഞ്ഞ കർമ്മസ്ഥാനമാണ്, കർമ്മസ്ഥാനമായ മേടത്തിലും മെയ് 31 മുതൽ സർവാഭീഷ്ടസ്ഥാനമായ ഇടവത്തിലുമാണ് നിലകൊള്ളുന്നത്.
അതുകൊണ്ട് തന്നെ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ, അവരേത് കർമ്മമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും ആ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും ആ രംഗത്ത് പ്രശസ്തിയും അംഗീകാരവും ഒക്കെ നേടാനും കഴിയുന്ന സമയമാണ്. കുടുംബപരമായിട്ടും ദാമ്പത്യപരമായിട്ടും ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയുമൊക്കെ നേരിട്ടുകൊണ്ടിരുന്നവരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി സന്തോഷവും സമാധാനവും ദാമ്പത്യ സുഖവുമെല്ലാം വന്നു ചേരുന്ന സമയമാണ്. ആരോഗ്യപരമായിട്ട് പലവിധ പ്രതിബന്ധങ്ങളെയും അല്ലെങ്കിൽ പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് മികച്ച ആരോഗ്യം ലഭ്യമാകുന്ന ഒരു സമയമായിരിക്കും. കലാകാരന്മാർ, രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർക്കൊക്കെ നേട്ടങ്ങളും ഐശ്വര്യവും കീർത്തിയും സ്ഥാനമാനങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ബിസിനസ് രംഗത്തും വന്നു ചേരുന്നതാണ്. കർക്കിടകൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ കാലയളവിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബുധൻ്റെ രാശിമാറ്റം മൂലം ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന മറ്റൊരു രാശി അഥവാ മൂന്നാമത്തെ രാശി എന്ന് പറയുന്നത് ചിങ്ങൻ രാശിയാണ്. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായിട്ടാണ് ബുധൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നത്. അതായത് 2024 മെയ് 10 മുതൽ ഭാഗ്യസ്ഥാനമായ 9-ലും മെയ് 31 മുതൽ കർമ്മസ്ഥാനമായ 10-ലും ഇടവൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി ഭാഗ്യാനുഭവങ്ങളും അപ്രതീക്ഷിതമായ നേട്ടങ്ങളും കൊണ്ട് വളരെ ഐശ്വര്യപ്രദമായ ഒരു സമയമായിരിക്കും ബുധൻ്റെ ഈ രാശിമാറ്റം മൂലം പൊതുവിൽ ചിങ്ങൻ രാശിക്കാർക്ക് സംഭവ്യമാകാൻ പോകുന്നത്. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതായത് കുറേ കാലമായിട്ട് ആഗ്രഹിച്ച് തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. ബിസിനസ് രംഗത്ത് പലവിധ സാമ്പത്തിക ബാധ്യതയും സാമ്പത്തിക പ്രതിസന്ധികളും ഒക്കെ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടാനും ബിസിനസ് രംഗത്ത് പലവിധ മാറ്റങ്ങൾ, അതായത് ഗുണപ്രദമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനും ഒക്കെ കഴിയുന്നൊരു സമയമാണ്. പുതിയ ബിസിനസ് സംരംഭത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ കഴിയുന്നൊരു സമയമാണ്. വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹം നടക്കുന്ന സമയമാണ്. സന്താനങ്ങൾക്ക് നേട്ടങ്ങളും ഐശ്വര്യവും വന്നു ചേരുന്ന സമയമാണ്. കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബുധൻ്റെ ഈ രാശിമാറ്റം, 2 രാശികളിലായിട്ടുള്ള ഈ മാറ്റം കൊണ്ട് ചിങ്ങൻ രാശിക്കാർക്ക് വരാൻ പോകുന്നത്, ചിങ്ങൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും നേർന്നുകൊള്ളുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബുധൻ്റെ രാശിമാറ്റം മൂലം ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന 3 രാശികളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. 12 രാശികളെക്കുറിച്ചും പ്രതിപാദിക്കുന്നൊരു വീഡിയോ പുറകെ വരുന്നുണ്ട്. ഹരിവാണി ജ്യോതിഷം ചാനലിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഇതുവരെയും ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.